നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തർക്കങ്ങൾ രൂക്ഷമാകുന്നു. PV അൻവറിനെ UDF-ൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുധാകരനും സതീശനും തമ്മിലാണ് ഏറ്റുമുട്ടൽ. അതേസമയം LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. വിവരങ്ങൾ സച്ചിൻ വള്ളിക്കാട് നൽകും. റിപ്പോർട്ട് കാണാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് UDF നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് UDF-നകത്തും കോൺഗ്രസിനകത്തും വലിയ രീതിയിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. കെ സുധാകരൻ PV അൻവറെ പിന്തുണച്ചെത്തുമ്പോൾ പാടെ തള്ളിക്കൊണ്ടാണ് VD സതീശൻ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല PV അൻവർ അതിദയനീയമായ രീതിയിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം നിരവധി തവണ പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടുവെങ്കിലും യാതൊരു വിധത്തിലും UDF മുന്നണിയിലേക്കോ അതുപോലെ തന്നെ PV അൻവർ പറയുന്ന കാര്യങ്ങളോ പരിഗണിക്കാൻ വേണ്ടി VD സതീശൻ തയ്യാറായില്ല എന്ന കാര്യം വളരെ ദയനീയമായ രീതിയിൽ തന്നെയാണ് PV അൻവർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത്തരത്തിൽ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് PV അൻവർ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല ഇനി UDF പ്രവേശനവും അതുപോലെ തന്നെ ഘടകകക്ഷിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഏക പ്രതീക്ഷ KC വേണുഗോപാലിലാണ് എന്ന കാര്യവും PV അൻവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കവും നടന്നിട്ടുണ്ട്. മലപ്പുറം DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബീന ജോസഫിനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കവും BJPയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശുമായി ബീന ജോസഫ് കൂടിക്കാഴ്ച നടത്തി. എന്നാൽ താൻ കോൺഗ്രസ് വിട്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോവില്ല എന്ന കാര്യമാണ് ബീന ജോസഫ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല ബീന ജോസഫിനെ അനുനയിപ്പിക്കാൻ വേണ്ടി VD സതീശൻ നേരിട്ട് രംഗത്തിറങ്ങേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് LDF ക്യാമ്പിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാൻ പോകുകയാണ്. അതിനു മുൻപ് തന്നെ LDF-ന്റെ ബൂത്ത് തല യോഗങ്ങളും അതേപോലെ തന്നെ പഞ്ചായത്ത് നിയോജക മണ്ഡലം യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് കൃത്യമായ ചിട്ടയായ പ്രവർത്തനവുമായാണ് LDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിൻ്റെ നേതൃത്വത്തിലുമാണ് യോഗങ്ങളൊക്കെ നിലമ്പൂർ മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷ. സച്ചിൻ വള്ളിക്കാടാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.